വഴിയരികിൽ മാലിന്യം തള്ളുന്നത് പോലെ തന്നെയാണ് പൊതുയിടങ്ങൾ നോട്ടീസ് പതിച്ചും പരസ്യം പതിച്ചും വൃത്തികേടാക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കരിമണ്ണൂർ ജംഗ്ഷനിലെ പഞ്ചായത്ത് വക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നോട്ടീസുകൾ പതിച്ചത്. കരിമണ്ണൂർ സ്വദേശി സിനു ജോസ് ഇതിനെതിരെ പരാതി നൽകി. പഞ്ചായത്തിൽ മാത്രമല്ല, ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി അയച്ചു. പഞ്ചായത്ത് പരാതി അവഗണിച്ചു. എന്നാൽ ജില്ലാ പോലീസ് മേധാവിയും കളക്ടറും ഇതിൽ ഇടപെട്ടു. ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് നടപടിയെടുക്കാൻ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് നിർദ്ദേശിക്കുകയായിരുന്നു. പോലീസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയതോടെയാണ് നടപടിയുണ്ടായത്. പഞ്ചായത്ത് തന്നെ ചുമരിൽ പതിച്ച നോട്ടീസുകളും പരസ്യങ്ങളും നീക്കം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളടക്കം 9 പേർക്ക് 3000 രൂപ പിഴയും ചുമത്തി. ഇനിയുള്ള കാലഘട്ടത്തിലും ഇത്തരം സ്ഥാപനങ്ങൾ, ഇത്തരം പൊതുവിടങ്ങൾ, പാവപ്പെട്ടവരും സാധാരണക്കാരും ആശ്രയിക്കുന്ന ഇത്തരം ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പോലെയുള്ള പൊതുവിടങ്ങൾ എന്നും ശുദ്ധീകരിച്ച് സൂക്ഷിക്കുവാനും ഭരണഘടനയിലെ പൗരധർമ്മങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ടു പ്രൊട്ടക്ട് ആൻഡ് സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്ന പൗരധർമ്മങ്ങളിൽ അടിസ്ഥിതമായ ഒരു സമീപനം സ്വീകരിക്കുവാനും നമ്മളുടെ പഞ്ചായത്ത് അധികാരികൾ സമീപനം സ്വീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ചുമരുകളും മറ്റും ഇത്തരത്തിൽ വൃത്തികേടാക്കുന്നതിനെ ദൃശ്യമലിനീകരണം എന്ന ഗണത്തിൽ പെടുത്തണമെന്നുകൂടി പരാതിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ പഞ്ചായത്ത് രാജിൽ ഇങ്ങനെയൊന്നില്ല. എന്തായാലും കാണുന്നിടത്തൊക്കെ നോട്ടീസും പരസ്യവും പതിക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജൈനസ് രാജ് ചേരുന്നുണ്ട് തത്സമയം. ജൈനത് ഒരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ എപ്പോഴും കാണുന്നതാണ്, എല്ലായിടത്തും കാണുന്നതാണ്. അതിന് ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, മതിലുകളായിക്കോട്ടെ, പരസ്യം പാടില്ല എന്നുണ്ടെങ്കിൽ അതിന് മുകളിലൂടെ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്നത് നമ്മൾ പല തവണയായി കണ്ടിട്ടുണ്ട്. ചിലരെങ്കിലും ഇതിനെതിരെ ശബ്ദിക്കണം, ഇതിനെതിരെ ഇറങ്ങിത്തിരിക്കണം, അതിന് കൃത്യമായ നടപടികൾ ഉണ്ടാവുകയും വേണം. എന്നാലെങ്കിലും ചിലർക്കെങ്കിലും പേടിയുണ്ടാകും. എന്നാലും പേടിയില്ലാത്ത ഒരു കൂട്ടർ മറ്റൊരു വശത്തുണ്ടാകും എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ്. കാരണം നമ്മൾ നിരവധി ഇടങ്ങളിൽ സമാനമായിട്ടുള്ള ഇത്തരം പോസ്റ്ററുകൾ ഒട്ടിച്ച് വൃത്തികേടാക്കുന്ന നടപടികൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് പൊതുയിടങ്ങൾ, സർക്കാർ ഓഫീസുകളുടെ അടക്കം ചുമരുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഒക്കെ നോട്ടീസുകൾ പതിക്കുകയും അതുകൊണ്ട് തന്നെ വൃത്തികേടായ നിരവധി ചുമരുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇതൊരു മലിനീകരണത്തിൻ്റെ ഗണത്തിൽ വരുന്നതാണ്, അതിനെതിരെ പഞ്ചായത്തുകൾക്ക് നടപടി സ്വീകരിക്കാം എന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവിടെയാണ് ഈ പരാതിക്കാരൻ ഇത്തരമൊരു പരാതിയിലേക്ക് പോയത്. ആ പരാതി ആദ്യം നൽകിയത് പഞ്ചായത്തിനാണ്. പക്ഷേ പഞ്ചായത്ത് അതിൽ കാര്യമായ നടപടി സ്വീകരിച്ചില്ല. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. ജില്ലാ പോലീസ് മേധാവിയാണ് ഈ കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടത്. ജില്ലാ പോലീസ് മേധാവി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്ക് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പോലീസ് നടപടി സ്വീകരിച്ചതോടുകൂടിയാണ് പഞ്ചായത്ത് ഇതിൽ ഒരു പിഴ ഈടാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. ആദ്യഘട്ടത്തിൽ 1000 രൂപയാണ് പിഴ ഈടാക്കിയത്. പക്ഷേ അത് മതിയായ തുകയല്ല എന്നാരോപിച്ചുകൊണ്ട് ഈ പരാതിക്കാരൻ അപ്പീൽ പോകും എന്ന ഘട്ടം വന്നതോടുകൂടിയാണ് ഇതിനെതിരെ കൂടുതൽ പിഴ ചുമത്താൻ, ഇപ്പോൾ ഒരു 3000 രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. 9 പേർക്ക് പിഴ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ആ തുക പോലും പര്യാപ്തമല്ല എന്നുള്ളതാണ് പരാതിക്കാരൻ്റെ ഒരു ആരോപണം എന്ന് പറയുന്നത്. ഇതൊരു ദൃശ്യമലിനീകരണത്തിൻ്റെ ഗണത്തിൽപ്പെടണം എന്നുകൂടി പരാതിക്കാരൻ പറയുന്നുണ്ട്. നിലവിൽ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ദൃശ്യമലിനീകരണം എന്നൊരു ഗണമില്ല. മാലിന്യം തള്ളുന്നതും മറ്റുമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ദൃശ്യമലിനീകരണം, ഇത്തരത്തിൽ ആളുകളുടെ കാഴ്ചയ്ക്ക് അരോചകമുണ്ടാക്കുന്ന തരത്തിലുള്ള നടപടികൾ, അത് ദൃശ്യമലിനീകരണം എന്ന ഗണത്തിൽ പെടുത്തണം എന്നൊരാവശ്യം കൂടി ഈ പരാതിക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും 3000 രൂപയാണ് പിഴ ചുമത്തിയത്. അത് മതിയായ തുകയല്ല. കാരണം ഈ പിഴ അടച്ചില്ലെങ്കിൽ RR നടപടി, റവന്യൂ